എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ ഇന്നലെ? നമസ്കാരം. ഹായ് ജയ, ഹൗ ആർ യു? അയ്യോ തുടങ്ങുകയെ, ഞാൻ വിചാരിച്ചു പിന്നെ ഉള്ളൂന്ന്. ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ. എന്നാ തുടങ്ങാം അല്ലേ? ശരിക്ക് തുടങ്ങാം. അല്ല, അങ്ങനെയല്ല, കാഷ്വൽ ആയിട്ടാണെങ്കിലും വി ഷുഡ് സ്റ്റാർട്ട്. ഇന്നലെ ഞങ്ങൾ കോൺഫറൻസിനാണ് വന്നത്. അമൃത ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കൂടെ പോയിരുന്നു. പിന്നെ ഈവനിങ് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്തേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു പാക്ഡ് ആയിട്ടാ വരിക. കാരണം പെരിന്തൽമണ്ണയിലാണ് എൻ്റെ വീട്. അപ്പൊ പെരിന്തൽമണ്ണ മലപ്പുറത്താണ്. അപ്പൊ അവിടെ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവർ പ്രിപ്പയർഡ് ജേർണി. ആക്ച്വലി ഈവൻ വി ആർ ഇൻ കേരള, ഒരു പ്രിപ്പയർഡ് ജേർണി ആയിരിക്കും. രാവിലെ എവിടെ പോകണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, വൈകുന്നേരം എന്ത് ചെയ്യണം, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് മുതൽ ട്രാവൽ, ട്രാൻസ്പോർട്ട് അറേഞ്ച്മെന്റ്സ്, പിന്നെ മീറ്റിംഗ്സ് എല്ലാം ഒരു 1 or 2 വീക്സ് ബിഫോർ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് വരാറ്. മാക്സിമം അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ലീവ് കിട്ടി വരുന്നതല്ലേ. അപ്പൊ പിന്നെ ഇതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരാനും പറ്റാറില്ല. അതുകൊണ്ട് എല്ലാം പാക്ക്. പിന്നെ ജയ സുഖായിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നമുക്കെന്നാ ഫോർമലായിട്ട് തന്നെ തുടങ്ങിയാലോ? ഞാൻ കുറെ പഠിച്ചു. തുടങ്ങാം. ഓക്കെ. ശരി, നമസ്കാരം. എന്റെ ഓഡിയോ ഓക്കെ അല്ലേ? ഓഡിയോ ഓക്കെയാണ്. ഓക്കെ. നമസ്കാരം. നമസ്കാരം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വനിതയെയാണ്, ഡോക്ടർ ജാനറ്റ്. ഡോക്ടർ ജാനറ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് HOD ആണ്, പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ഒരു പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ആക്ട്രസ് ആണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, അതിനൊക്കെ ഉപരിയായിട്ടൊരു മോഡൽ കൂടിയാണ്. അപ്പൊ വളരെയധികം സന്തോഷത്തോടു കൂടി ഡോക്ടറെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. Thank you, Jaya. Thank you for your kind words, and I am shocked and excited. സുഖായിരിക്കുന്നില്ലേ ഡോക്ടർ? സുഖായിരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് കണ്ടത് മിസ്സസ് കേരളം പേജന്റിന്റെ ഗ്രൂമിംഗ് സെഷനിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തത്. ആദ്യം തന്നെ ഡോക്ടറെ കുറിച്ച് എപ്പോ ഞാൻ ഡോക്ടറെ കുറിച്ച് ആലോചിച്ചാലും എനിക്ക് മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വനിത, വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വനിത. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഡോക്ടറിൽ നോട്ട് ചെയ്ത ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സെൽഫ് കോൺഫിഡന്റ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഡോക്ടറെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ പ്രധാനമായിട്ടും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഡോക്ടറിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയതില്. ഇതിനെ ഇന്റർവ്യൂ എന്ന് പറയാമോ എന്നറിയില്ല അല്ലെ, ഒരു സൗഹൃദ സംഭാഷണം എന്ന് വേണം നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഡോക്ടർ ഒരു HOD ആണ്, ഒരു പ്രൊഫസറാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില്. അവിടെ നിന്ന് വളരെ വ്യത്യസ്തമായ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഡോക്ടർ വന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല മേഖലയിലും സിനിമാ ലോകത്ത് പ്രവർത്തിച്ചു. അപ്പൊ ഡോക്ടറുടെ ഒരു ജേർണി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് എങ്ങനെ എത്തി, എന്തായിരുന്നു കാരണം? അതേക്കുറിച്ചൊന്ന് പറയാം. ആക്ച്വലി അത് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇറ്റ്സ് എ ലോങ് ജേർണി. ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എന്റെ പാരന്റ്സ് ഒത്തിരി ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ ഫിലിം ചെറുപ്പം മുതലേ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോ ഈ ഫിലിം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ എന്റർടൈൻമെന്റും ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് എന്റെ കുട്ടിക്കാലം. പിന്നെ ഞാൻ ഈ റേഡിയോ സ്റ്റേഷൻ FM കോയമ്പത്തൂരില്, തമിഴ്നാട്ടിലുള്ള അതില് 3rd സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെ പറയില്ല, അന്നൊന്നും വിഷ്വൽ മീഡിയ ഇല്ലല്ലോ, ഓഡിയോ അല്ലേ ഉള്ളത്. റേഡിയോ മാത്രമല്ലേ, TV ഇല്ലല്ലോ. അപ്പൊ ഒക്കെ നമ്മൾ ഈ ഡയലോഗ് പ്രസന്റേഷൻ, പാട്ട് പാടുക, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. FM റേഡിയോയില് കോയമ്പത്തൂരിലൊക്കെ. അപ്പൊ പിന്നെ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. പിന്നെ ഫുൾ തമിഴ്നാട്ടിലല്ല, 50-50 ഇൻ കേരള ആൻഡ് തമിഴ്നാട്.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ മോണ ആക്ടില് ഞാൻ നല്ല ഒരുപാട് പേരെ ഇമിറ്റേറ്റ് ചെയ്യും. അവരുടെ വോയിസ് ആണെങ്കിലും അതൊക്കെ. അപ്പൊ കോളേജ് ലെവലിലൊക്കെ എനിക്ക് സ്റ്റേറ്റ് ലെവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാൻസ് ചെയ്യും, കഥാപ്രസംഗം, പള്ളിയിലെ പാട്ട്, അങ്ങനെ കുറെ കാര്യങ്ങള് എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക് ആൻഡ് ഐ ലൈക്ക് ഡാൻസ്. അതാണ് എന്റെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. അത് എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അഫ്കോഴ്സ് ഞാനൊരു അക്കാഡമിക്കലി വളരെ നല്ല കുട്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ പഠിപ്പിസ്റ്റ എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നു. പഠിക്കുക, ഇന്റർനാഷണൽ നാഷണൽ ജേർണൽസിൽ എന്റെ ആർട്ടിക്കിൾ വരിക, റിസർച്ച് ചെയ്യുക, പേപ്പർ പ്രസന്റേഷന് പോകുക, അതില് ഫസ്റ്റ് കിട്ടുക. ഈവൻ ഞങ്ങളുടെ ഒരു ട്രെയിനേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ എനിക്ക് സെക്കൻഡ് പ്ലേസ് ഉണ്ട് സ്റ്റേറ്റില്. അങ്ങനെ എനിക്ക് ഐ വാസ് വെരി ക്രേസി വിത്ത് ബുക്സ്, നോട്ട്സ്, റീഡിങ്, ലേണിംഗ്, അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയങ്ങളിലൊന്നും എന്റർടൈൻമെന്റ് സിനിമ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഫുൾ ആൻഡ് ഫുൾ ഐ വാസ് ഫുൾ പ്ലഡ്ജ്ഡ് സ്റ്റുഡന്റ് ആസ് വെൽ ആസ് ടീച്ചർ, ഫാക്കൽറ്റി, അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ നല്ലൊരു പോസ്റ്റും പൊസിഷനിൽ ഒക്കെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ്ലി ഐ ലോസ് ദ ജോബ്. അപ്പോ അത് ആ സമയങ്ങളിലൊക്കെ തന്നെ എന്റെ ഹസ്ബൻഡ്, അത് ആദ്യം പറയണം, ആക്ച്വലി ഡോക്ടർ ബിജു കെയർ, സീനിയർ യൂറോളജിസ്റ്റ് ആണ്, EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയില്. ഞങ്ങൾ രണ്ടുപേരുടെ വീട് പാലക്കാടാണ്, ഹോം ടൗൺ ആണ്. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഈ ഡോക്ടറുടെ കൂടെ എല്ലാ കോൺഫറൻസിനും ഞാൻ പോകും. അതുപോലെ ഡോക്ടേഴ്സിന്റെ വൈഫിന് മാർക്ക് വേണ്ടി ഒരു വിങ് ഉണ്ട്, വുമൻസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വുമൻസ് വിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ ലൈവ് സ്കിറ്റ് ചെയ്യും, ഡ്രാമ ചെയ്യും, വുമൻസ് ഡേക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്യും. ഇതൊക്കെ സൈമൾട്ടേനിയസ്ലി ഇറ്റ് വാസ് ഹാപ്പനിങ്. അങ്ങനെ ആയിരുന്നപ്പോ കുറച്ചു പേരൊക്കെ വന്നിട്ട് പറഞ്ഞു, നന്നായി അഭിനയിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം എല്ലാം ചെയ്യാം. അപ്പൊ ഞാനും ജോബൊന്നും ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ മക്കളൊക്കെ ചെറുതാണ്, അവര് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യണു, ഹസ്ബൻഡ് തിരക്കാണ്, അപ്പൊ എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. അപ്പൊ ഞാനാണെങ്കിൽ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരാള് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോ ഐ തോട്ട് ഓക്കെ വിൽ ഡു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തന്നെ ദൈവിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷനില് വേറെ ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ അഭിനയിച്ചു. അതിന്റെ പേര് കണ്ണേട്ടന്റെ ഭാര്യ എന്നാണ്. കണ്ണേട്ടന്റെ ഭാര്യ ഉണ്ട് നമ്മുടെ യൂട്യൂബില്. അതിന്റെ മുന്നേ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നമുക്ക് നാടക മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് പാലക്കാട് ഡിസ്ട്രിക്ട് ലെവൽ നാടക മത്സരത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പൊ എനിക്ക് നാടകം, പാട്ട്, ഡാൻസ്, മ്യൂസിക്, സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ പാർട്ട് ഓഫ് ലൈഫ്. അങ്ങനെയാണ്. അതെനിക്ക് ഇഷ്ടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും ഓട്ടം, ചാട്ടം, എന്താ പറയാ, എല്ലാത്തിലും ഞാനുണ്ട്. ഞാൻ അതെ അതെ അങ്ങനെ ആയിരുന്നു. ഇത് സിസ്റ്റമാറ്റിക് ആണോ ഒന്നും അറിയില്ല, ബട്ട് ഐ വാസ് ദെയർ ഇൻ എവരിവെയർ. അങ്ങനെ ആ കണ്ണേട്ടന്റെ ഭാര്യ വന്നു. അത് കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന സീരിയല് ഉണ്ടായിരുന്നു സൂര്യ TV-യില്. അപ്പൊ അതിനു വേണ്ടി ഒരു കെട്ടിലമ്മ വേഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. അത് അനിൽ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെള്ളരിപ്രാവിൻ ചങ്ങാതികൾ എന്ന് പറയുന്ന സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ദിലീപ് അഭിനയിച്ച സിനിമ. ആക്ച്വലി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ ഒരു 4 റിലേറ്റീവ്സ് ആണ്. അന്ന് ഞങ്ങൾ സിനിമയിലേ ഇല്ല. എന്നിട്ട് അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും ആളൊരു PhD ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അറിയാലോ, ഇപ്പൊ ഞാൻ ഡബിൾ PhD ആണ് നഴ്സിംഗിലും സൈക്കോളജിയിലും. അപ്പൊ അത്തരം ഒത്തിരി റിസർച്ച് സ്കോളേഴ്സ് എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് എപ്പോഴും. ഇപ്പോഴും UGs ആയാലും PGs ആയാലും MPhil സ്റ്റുഡൻസ് ആയാലും കണ്ടന്റ് വാലിഡിറ്റിക്കും റിസർച്ച് ടൂൾസ് കറക്ഷനും അങ്ങനെ പല കാര്യങ്ങൾക്ക് എന്നെ അവർ അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അനിൽ സാറ് വന്നു, കണ്ടു. അപ്പൊ ഒരു ലുക്ക് ടെസ്റ്റ് നടത്തണം. ഇപ്പൊ ഇതിലൊരു കെട്ടിലമ്മയുടെ ഗൗരവമേറിയ ഒരു തമ്പുരാട്ടിയുടെ വേഷമാണ്, പഴയ കോസ്റ്റ്യൂം, ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടില്ലേ ബ്ലൗസിന്റെ മേലെ സാരിയൊക്കെ വെച്ച്, അങ്ങനെ ഒരു ഇതാണെന്ന് ഐ വാസ് വെരി ത്രിൽഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. ആ കോസ്റ്റ്യൂം ഇടുക, ആഭരണങ്ങളൊക്കെ ഇടാൻ പറ്റുക എന്ന് പറയുമ്പോ ഐ വാസ് വെരി ത്രിൽഡ്. അപ്പൊ ഞാനും എന്റെ രണ്ടാമത്തെ മോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നത്. നൗ ഷീ ഈസ് ദ ഫിലിം മേക്കർ. അന്ന് അവള് 7th or 8th എന്തോ പഠിക്കുന്നത് തോന്നുന്നു.
എന്നിട്ട് പോയി ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വാസ് വെരി ഫാറ്റ്, അത് ഞാൻ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കെട്ടിലമ്മയായിട്ട് ഞാൻ ഒരു കുറച്ച് എപ്പിസോഡ് സൂര്യ ടിവിയിൽ വന്നു. അപ്പൊ എന്നെ എല്ലാവരും കെട്ടിലമ്മ കെട്ടിലമ്മ എന്നാ വിളിക്കുക. ഐ വാസ് ആക്ടിങ് ലൈക്ക് എ ലിവിങ് ക്വീൻ. അതെ അതെ എന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലൊക്കെ ആ ക്വീൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ വാസ് മെയിൻറ്റൈനിങ് ദ ക്യാരക്ടർ ഇൻ മൈ ഹാർട്ട്. അത് എപ്പോഴും എനിക്ക് ഇറ്റ് വാസ് വൺ ഓഫ് മൈ എന്നല്ല, വൺ ആൻഡ് ഓൺലി ദ ബെസ്റ്റ് ക്യാരക്ടർ ഐ എവർ ഹാഡ് ബിഫോർ. കെട്ടിലമ്മ, കായംകുളം കൊച്ചുണ്ട്. പിന്നെ അത് സിനിമയായി. പിന്നെ അപ്പൊ സൂര്യ ടിവിയിലെ സീരിയൽ നിന്നു. അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ ഇവര് ഈ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുമല്ലോ നമ്മുടെ ഷൂട്ടിനൊക്കെ പോകുമ്പോ, ഈ ഫിലിം ടെക്നിക്കൽ വേർഡ്സ്. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല. ഈവൻ ദോ വി ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് അക്കാഡമിഷ്യൻ, ഇവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഡിഫക്റ്റ് ആയിട്ട് തോന്നി. മാത്രമല്ല ഞാനൊരു ടീച്ചർ ഫാക്കൽറ്റി ആണല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സ്റ്റുഡന്റ് ഉണ്ട്. എന്ത് കാര്യം എനിക്ക് അറിഞ്ഞില്ല പറഞ്ഞാൽ അത് പോട്ടെ പറഞ്ഞ് മാറി നിൽക്കില്ല. ഞാനത് നന്നായി പഠിക്കും. സെൽഫ് ലേണിംഗ് ആണ് കൂടുതലും. സെൽഫ് ലേണിംഗ് ആണ്. കാരണം ഞാൻ ഓൾവേസ് അലോൺ. ഐ വോണ്ട് മിങ്കിൾ വിത്ത് എവ്രി വൺ വെരി ഈസിലി. ഐ എം എ ലിറ്റിൽ ടഫ്. ഞാൻ കുറച്ച് ടഫാണ്. കാരണം എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന ടൈപ്പാ. അപ്പം ഞാനത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓറോവിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോണ്ടിച്ചേരിയിൽ അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ FTI പൂനെയുടെ അറിയാലോ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നമ്മുടെ പൂനെയിലെ ഉള്ള FTIന്റെ കോഴ്സ്, ഷോർട്ട് ടേം കോഴ്സ് ഫിലിം മേക്കിംഗ് ഓറോവില്ലയിൽ വെച്ചിട്ട് നടന്നു. അതിൽ ഇൻ പേഴ്സൺ ആയിട്ട് തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്തു. എന്റെ മാസ്റ്റർ സുദീപ്റ്റോ ആചാര്യ സാറാണ് എന്റെ ഫസ്റ്റ് മാസ്റ്റർ ഇൻ ഫിലിം മേക്കിംഗ് കോഴ്സ്. ഐ എം പ്രൗഡ് ടു സേ ഹിയർ. അപ്പൊ അത് അവരൊക്കെ ഒത്തിരി വലിയ സീനിയർ ഫാക്കൽറ്റീസ് ആട്ടോ. അത് കഴിഞ്ഞപ്പോ അത് പഠിച്ചു. പിന്നെ കമൽ സ്വരൂപ് എന്ന് പറഞ്ഞ സാറ് ഗോസ്റ്റ് ഫിലിം മേക്കിംഗ് ഡോക്യുമെന്ററി മേക്കിംഗ് പഠിപ്പിച്ചു. സാർ ഒരു എബോവ് 83 ഇയേഴ്സ് ഉണ്ട്. പണ്ടത്തെ മുംബൈയിലെ കിങ് മേക്കറാണ് ഈ കമൽ സ്വരൂപ് എന്ന് പറഞ്ഞ സാറ്. ബോറടിക്കുന്നുണ്ടോ? ഇല്ല, അതിനുശേഷമല്ല രാമേശ്വരി ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോ പഠിക്കുന്നതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് അപ്പൊ അത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് എഴുതാറ്, സ്ക്രീൻ പ്ലേ എല്ലാം. അപ്പൊ എനിക്ക് അത് തോന്നി. അപ്പൊ അതില് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ സാബ് ജോൺ എടത്തട്ടിൽ സാറുണ്ട്, പണ്ടത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ, മമ്മൂട്ടി സാറുടെ ഒക്കെ പടം ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ഗുണയുടെ പാട്ടൊക്കെ വന്നല്ലോ, ഗുണ ഫിലിമിലെ പാട്ട് കേട്ടിരുന്നോ? അപ്പൊ അതിന്റെ സമയത്തുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സാറ്. ആ പടത്തിൽ ഉണ്ട് തോന്നുന്നു. അപ്പൊ ആ സാറിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് പഠിച്ചു. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഡോക്യുമെന്ററി നാഷണൽ അവാർഡ് വിന്നർ രമണി സാറ് എന്റെ ഒരു ഫിലിം മേക്കിംഗ് കോഴ്സ് ചെയ്തു. പിന്നെ എന്ന് പറയണ്ട, ഒരു വിധം പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ഓൺലൈൻ ഫ്രീ മാസ്റ്റേഴ്സ് ക്ലാസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇൻക്ലൂഡിങ് നമ്മുടെ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, വെരി പോപ്പുലർ സിനിമാറ്റോഗ്രാഫർ സാർ ഉണ്ടല്ലോ, പേര് കിട്ടുന്നില്ല, പേര് ഓർക്കുമ്പോ പറയാം. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, നോക്കിയയുടെ ക്യാമറ, അതും ബേസിക് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫിലിം മേക്കിംഗ് പഠിച്ചു, ഡയറക്ഷൻ പഠിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചു. അപ്പൊ ഈ ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ എഡിറ്റിംഗ് ബേസിക് പഠിച്ചു. എന്ന് പറഞ്ഞ എല്ലാ ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം മേക്കിംഗ് ഞാൻ പഠിച്ചു. അങ്ങനെ ഓരോ പ്രോജക്റ്റ് ഞാൻ ചെയ്തു. കൊളിക്കൗ, മൈ റെഡ് കാർപ്പറ്റ്, ഗ്രീൻ ഗ്രൂ, ദ ഡേ റിപ്പീറ്റ്സ്, വിൻഡോ 2020 വളരെ ചാലഞ്ചിങ് ആയിരുന്നു. അത് ഫസ്റ്റ് ലോക്ക്ഡൌൺ സമയം മാർച്ച് 23 ലോക്ക്ഡൌൺ 2020 അനൗൺസ് ചെയ്തു. ഏപ്രിൽ 1 ഞാൻ സ്പെഷ്യൽ പെർമിഷൻ IPS ഓഫീസറുടെ ഓൾഡ് ഡിസ്ട്രിക്റ്റിന്റെ മലപ്പുറം സാറുടെ റിക്വസ്റ്റ് ചെയ്ത് ഫിലിം മേക്കർ ആണെന്നൊക്കെ പറഞ്ഞു. എന്റെ കൂടെ ആരും വരാൻ തയ്യാറായിരുന്നില്ല. കാരണം അന്ന് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് മരിച്ചു പോകും, കോവിഡ് ഭയങ്കര ഫെഡൽ ഡിസീസ് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐ വാസ് ടേക്ക് ഇറ്റ് വെരി ചാലഞ്ച്. അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലോ, മരിക്കുകയാണെങ്കിൽ മരിക്കണം, നല്ലൊരു പ്രോജക്റ്റ് ചെയ്തിട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മിനിമം ക്രൂ അവരെയൊക്കെ പിടിച്ച് കയറ്റി ഞാനത് ചെയ്തു. അതാണ് എന്റെ ഫസ്റ്റ് 2 hour സെൻസർ ബോർഡ് ഫിലിം സർട്ടിഫൈഡ് ഫിലിം, 2 hours. മറ്റെല്ലാം ഒരു 20, 25, 30 മിനിറ്റ്സിന്റെ പടങ്ങളായി. അതിനുശേഷമാണ് ഞാൻ ലാസ്റ്റ് ഇയർ 2023 April 7 നന്നായി കൂടെ കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിം റിലീസ്. ഇതൊക്കെയാണ്. അപ്പൊ ഇതിലെല്ലാം ഇപ്പൊ ഓരോ
ചില പേരുകൾ ഞാൻ പറഞ്ഞു, ചില പേരുകൾ പറഞ്ഞില്ല, ചിലത് വിട്ടുപോയി, മറന്നുപോയി. അപ്പൊ എല്ലാരും ഞാൻ ഈ സമയത്ത് ഓർക്കാണ്. ഡേ 1 to till ഡേ എന്നെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്തവരും അല്ലാത്ത എല്ലാരെയും ഞാൻ ഈ സമയത്ത് വളരെ വെരി പ്രൗഡ്ലി റിമെമ്പറിങ്. And thanks for their contribution, either it is in positive or negative way. അപ്പൊ വിശദമായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതെന്നുള്ളത്. അപ്പോ മറ്റു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു ജയ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാനിങ്ങനെ സങ്കടത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ പറയും. അതെങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സ് എടുക്കാന്ന് അറിയില്ല. അതെ 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 ഡോക്ടറുടെ ഇമോഷൻസ് എല്ലാം ശരിക്കും ഫേസിൽ വരുന്നുണ്ട്. പൊതുവെ കുറച്ചൊരു ഇമോഷണൽ കണ്ടന്റ് ഉള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി അല്ലെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ. ഐ എം വെരി സെൻസിറ്റീവ്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഐ എം വെരി ബോൾഡ്, കറേജിയസ് എന്ന് പറഞ്ഞാൽ, ബട്ട് the persons who know me very closely and privately, I am very sensitive, I am very emotional, I am like a child. ഇമോഷണൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ദ ഗ്രൂമിംഗ് സെഷനില്, ഡോക്ടറിന് ഓർമ്മയുണ്ടോ അറിയില്ല, അപ്പൊ നമ്മള് ലാസ്റ്റ് ഫിനാലിക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ കുറച്ച് ഇമോഷണൽ ആവാൻ തുടങ്ങി. എന്ന് വെച്ചാല് ഇനി നമ്മളെല്ലാരും ഇനി എന്നാ കണ്ടുമുട്ടുക, നാളെ കൂടെ കഴിഞ്ഞാൽ കഴിയൂല. അപ്പൊ ഞാൻ പ്രത്യേകിച്ചും അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം പൊതുവെ നമ്മൾ പറയില്ല ആർട്ടിസ്റ്റുകള് കുറച്ചുകൂടെ സെൻസിറ്റീവും ഇമോഷണലും ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമല്ലോ. അത് ശരിക്കും ഡോക്ടറുടെ കാര്യത്തിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലായി. അതെ അതെ ഒന്നാമത്തത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് എന്തായിരുന്നു, നമ്മുടെ അറിയാലോ ദീപ പ്രസന്നയാണ് നമ്മുടെ മിസ്സിസ് കേരളം കോർഡിനേറ്റർ ചെയ്തത്. അപ്പൊ ഒരുപാട് 6-7 മാസങ്ങളായിട്ട് തന്നെ നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫുൾ ബ്ലഡ് സപ്പോർട്ടും എൻകറേജ്മെന്റും മിസ്സിസ് കേരളം അതിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് നമുക്ക് എൻകറേജ്മെന്റ് കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബിജു, എൻ്റെ സെക്കൻഡ് ഡോട്ടർ ആരതി, പിന്നെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മൈ സാർ മെജോ ജോസഫ് സാറ് ഫിനാലെ കാണാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ മദർ ഇൻ ലോ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പൊ അൺഎക്സ്പെക്ടഡ്ലി നമ്മുടെ ഫിനാലേക്ക് 2 days ബിഫോർ അമ്മ വീണു, പെട്ടെന്ന് സർജറിക്ക് പോയി. അപ്പൊ ഞാൻ തിരിച്ച് ഫിനാലെ അറ്റൻഡ് ചെയ്യാതെ പോകണം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇവരെല്ലാരും കൂടെ എന്നെ വലിയ കുഴപ്പമില്ല, നമ്മൾ ടേക്ക് കെയർ ചെയ്തോളാം, ഇത് കഴിഞ്ഞല്ലോ എന്നിട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ അത്ര ദിവസം ഞാൻ അവരെ ടേക്ക് കെയർ ചെയ്ത് കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുന്നപ്പോ ഇങ്ങനെ ആയല്ലോ എന്നൊരു ഫീലിംഗ്. അപ്പൊ അത് മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഐ എം വെരി സെൻസിറ്റീവ്. പക്ഷെ പുറത്ത് വല്ലാതെ കാണിച്ചില്ലെങ്കിലും ഇൻസൈഡ് മീ ഐ എം വെരി സെൻസിറ്റീവ്. ഡോക്ടർ ഞാനൊരു പോസ് എടുക്കുന്ന എന്താന്ന് വെച്ചാല് റിമൈനിങ് ടൈം 5 minutes കാണിക്കുന്നു സൂമില്. അപ്പൊ അത് നിങ്ങൾ കട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എത്ര മിനിറ്റാ വെച്ചത്? ഞാൻ 2 hours ആണ് വെച്ചിരുന്നത്. ടെക്നിക്കൽ ഇഷ്യൂസ് വരാം. അപ്പൊ നമ്മൾ എന്താക്കണം, പുതിയത് ഉണ്ടാക്കേണ്ടി വരും. നോക്കാം. ഒരു റെക്കോർഡും കൂടി ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പൊ തൽക്കാലം ഇതിന്റെ കഴിയട്ടെ അല്ലെ? ഇത് സേവ് ചെയ്ത് വെക്കാം. ഇപ്പൊ അങ്ങനെ കൂടി ഞാൻ ഇപ്പൊ തന്നെ അയക്കാം ഇത് കഴിഞ്ഞാൽ. ഒരു ലിങ്കും കൂടെ അയക്കാം. ഞാനത് മെയിലിലേക്ക് അയച്ച് ഇത് സെറ്റ് ആക്കാം. ചോദിച്ചോളൂ. ഓക്കെ. അപ്പൊ ഡോക്ടർ അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 7 വർഷത്തോളം എനിക്ക് എന്നെ ജാനറ്റ് എന്ന് വിളിച്ചാലും മതി. ഈ ഡോക്ടർ എന്ന് വിളിക്കുമ്പോ എന്തോ പോലെ. ജാനറ്റ് എന്ന് വിളിച്ചാൽ മതി അല്ലേ? ജാനറ്റ് വിളിച്ചാൽ മതി, ഡോക്ടർ ജാനറ്റ് എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ജാനറ്റ് എന്ന് വിളിച്ചാൽ മതി. വി ആർ ഫ്രണ്ട്സ് അല്ലേ, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലല്ലോ. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഇനി കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ജാനറ്റ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നു. പല മേഖലകളില് എന്താ രീതിയിലും പ്രൊഡ്യൂസറായും ഡയറക്ടറായും ഒക്കെ ചെയ്തു. അപ്പൊ ഇത്രയും നാളും ഒരു വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ ഡോക്ടർ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, എങ്കിലും കുറച്ചും കൂടെ വിശദമായിട്ട് സ്വന്തം ഫാമിലിയെ കുറിച്ചും അതുപോലെ തന്നെ ഡോക്ടർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടിനെ കുറിച്ചും ഒന്ന് പറയാമോ?